Next, total force on a moving charge in a uniform magnetic field and electric field. മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും രണ്ടും പ്രസൻ്റ് ആയിട്ടുള്ള ഒരു റീജിയനിലാണ് ഒരു മൂവിങ് ചാർജ് എങ്കിൽ അതിൽ വരുന്ന ടോട്ടൽ ഫോഴ്സാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു റീജിയനാണ് ഇവിടെ ഉള്ളത്. ഒരു റീജിയൻ ഉണ്ട്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് മാത്രമല്ല ഇലക്ട്രിക് ഫീൽഡുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കാം. സപ്പോസ് മാഗ്നറ്റിക് ഫീൽഡ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് ഈ റീജിയനിൽ, കൂടാതെ ഇലക്ട്രിക് ഫീൽഡുണ്ട്. ഓക്കെ, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എല്ലായിടത്തും ഒരേ മാഗ്നറ്റിക് ഫീൽഡാണ്. കൂടാതെ വേറൊരാളും കൂടിയുണ്ട്. എന്താണത്? വേറൊരെണ്ണം കൂടിയുണ്ട്. അതാണ് ഇലക്ട്രിക് ഫീൽഡ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡും ഈ റീജിയനിൽ തന്നെയുണ്ട്. ദർ ഈസ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഡയറക്ഷൻ എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ. ദർ ഇസ് എ റീജിയൻ കണ്ടെയ്നിങ് ബോത്ത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. രണ്ടും പ്രസൻ്റ് ആയിട്ടുള്ള ഒരു റീജിയനിലാണ് ഒരു ചാർജ് മൂവ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒരു ചാർജ് ഉണ്ട് Q. ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായാലോ? ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. V എന്ന് പറഞ്ഞ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണ്. എവിടെയാണ് മൂവ് ചെയ്യണമെന്ന് അറിയാമല്ലോ? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും രണ്ടും പ്രസൻ്റ് ആയിട്ടുള്ള ഒരു റീജിയനിൽ മൂവ് ചെയ്താൽ അതിൽ വരുന്ന ടോട്ടൽ ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? തിയറി അറിഞ്ഞാൽ മതി, പ്രോബ്ലം ഒന്നും അങ്ങനെ വരാറില്ല. ടോട്ടൽ ഫോഴ്സ്. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ മൂവിങ് ചാർജ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവുമല്ലോ, കാരണം മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള റീജിയനിലാണല്ലോ ഇത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് നമുക്കറിയാം, ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ടല്ലോ. ഫോഴ്സ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു Q ഇൻറ്റു V ക്രോസ് B. വെക്ടറായിട്ട് എഴുതണം, കാരണം ഫോഴ്സ് വെക്ടർ ക്വാണ്ടിറ്റി ആണല്ലോ. പ്ലസ് കഴിഞ്ഞിട്ടില്ല. ഇതെന്താണെന്ന് അറിയാമല്ലോ? ദിസ് ഈസ് ദ ഫോഴ്സ് ഡ്യൂ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്തപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് അത് വരും, അവിടെ വരും. അത് Q ഇൻറ്റു V ക്രോസ് B ആണ്. കൂടാതെ ഇലക്ട്രിക് ഫീൽഡിൽ ഉണ്ടത്. ഇലക്ട്രിക് ഫീൽഡിൽ ഈ ചാർജ് ഉള്ളത് കൊണ്ട് ദിസ് എക്സ്പീരിയൻസ് ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് വരും. ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു 1 കൂളം ചാർജ് വെച്ചാൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അതാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. നമ്മളത് പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ 1 കൂളം ചാർജ്. അത് മൂവ് ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഒരു 1 കൂളം ചാർജ് ഉണ്ടെങ്കിൽ അതിൽ വരുന്ന ഫോഴ്സാണ് ഇലക്ട്രിക് ഫീൽഡ്. 1 കൂളത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് E ആണെങ്കിൽ, ശ്രദ്ധിച്ച് കേൾക്കണം, 1 കൂളം ഉണ്ടായിരുന്നെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണല്ലോ E, ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെയാണെങ്കിൽ Q കൂളം വരുന്നാൽ എന്ത് വരും? Q കൂളം വരുമ്പോൾ Q ടൈംസ് E വരും അല്ലേ? 1 കൂളത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ഇലക്ട്രിക് ഫീൽഡ് എങ്കിൽ Q കൂളം വരുന്നു കഴിഞ്ഞാൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് Q ടൈംസ് E ആയിരിക്കും. അപ്പോൾ ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് Q ടൈംസ് E ആയിരിക്കും. ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? Q ടൈംസ് E ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് ടോട്ടൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ചാർജ്, മൂവിങ് ചാർജ്. ക്ലിയർ ആയല്ലോ? ഫോഴ്സ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ്, ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ്. ഇതിന് നമ്മളൊരു പേര് പറയാറുണ്ട്. ആ പേരൊന്ന് അറിഞ്ഞിരുന്നേക്കണം, ലോറൻസ് ഫോഴ്സ്. പേരൊന്ന് അറിഞ്ഞിരുന്നേക്കാം. എക്സാമിന് ഡിഫൈൻ ലോറൻസ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇത് എഴുതി വെച്ചാൽ മതി. പ്രോബ്ലമായിട്ട് വേണ്ട, ഇതൊന്ന് ബൈ ഹാർട്ടാക്കി വെക്കാം. ഓക്കെ.